ആനതേ നിക്കുന്നു. എന്റെ വലിയ കോട്ടൺ എത്രണ്ണോ നിക്കുന്നതെന്ന് പോയിക്ക്. അപ്പൊ നമ്മള് തിരിച്ച് ആ ഒരു ടോളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുക കേട്ടോ. ഇവിടുന്ന് സത്യമംഗലത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 120 കിലോമീറ്ററും കൂടെ ഉണ്ട് സത്യമംഗലത്തിന്. സമയം എന്ന് പറയുന്നത് 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ടോട്ടൽ വീട് വരെ 500 കിലോമീറ്റർ, അതായത് 9 മണിക്കൂറാണ് കാണിക്കുന്നത്. എപ്പം ചെല്ലും എങ്ങനെ ചെല്ലും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മഴയുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല മഴ വരുന്നുമുണ്ട്. ഇന്ന് പൊളിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അപ്പുറത്ത് എവിടെയെങ്കിലും ചെന്നിട്ടൊന്ന് കഴിക്കുകയും കൂടെ ചെയ്യണം. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ. കണ്ടില്ലേ ആ ഒരു റോഡും ഈ ഒരു വൈബ് നോക്കിയേ, നല്ല രസമില്ലേ കാണാനായിട്ട്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ ഉണ്ട്. വീഡിയോ ഒക്കെ എടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഇപ്പം എന്തെങ്കിലും ഒരു കടയിൽ കയറി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഓർത്തു. കാരണം കഴിക്കാനൊന്നും പറ്റിയില്ല. ഇവിടെ ഇങ്ങ് ഒരു കട കണ്ടില്ല കേട്ടോ ഈ ഒരു റൂട്ട്. ഇനിയിപ്പോൾ അങ്ങ് നമ്മൾ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ മാത്രമേ വല്ലതും കിട്ടത്തുള്ളൂ തോന്നുന്നു. ഇവിടെ നമുക്ക് പതുക്കെ വാങ്ങിച്ച് നമുക്ക് പതുക്കെ അങ്ങോട്ട് തെറിക്കാം കേട്ടോ. വരുന്ന വഴിക്ക് ഇത് നോക്കി, എൻ്റെ വലിയ ഇത് മൊത്തം വെള്ളമാണ് കേട്ടോ റോഡില്. പജേറോ സ്പോട്ട് വെള്ളപ്പൊക്കമായിരുന്നു. അയ്യോ അയ്യോ, വഴിയൊന്നും കാണത്തില്ല, ഫുൾ സീനാണ്. ഒന്നുമായിട്ടില്ല കേട്ടോ, ഇനിയും കിടക്കുകയാണ്. 64 കിലോമീറ്റർ. സമയം എന്ന് പറയുന്നത് 8:15 നമ്മൾ 10 മണിയാകുമ്പോൾ സത്യമംഗലം ചെല്ലുമെന്നാണ് കാണിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര മണിയാകുമെന്ന് ദൈവത്തിനറിയാം. രാവിലെ ആകുമായിരിക്കും. സത്യമംഗലം ഫോറസ്റ്റിൻ്റെ അകത്തൂടെ കേട്ടോ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണത്തില്ലായിരിക്കും, എന്നാലും സംഭവം ചുമ്മാ കിട്ടില്ല കേട്ടോ. ഗൈസ് ഇതേ കാട്ടുപന്നി പോകുന്നു ഗൈസ്. കാട്ടിക്കൂടെ കയറി പോയി കേട്ടോ. അതിലെ പോയി കേട്ടോ. നിങ്ങൾ കണ്ടോന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് ചെറുതായിട്ട്, കാരണം ഗോപ്രോയിൽ അത്രേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളിത് ഈ കാട്ടിക്കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് ഇപ്പോഴും. ഇവിടെ ഏതോ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഏതാന്ന് നോക്കട്ടെ കേട്ടോ. കർണാടക സ്റ്റേറ്റ് പോലീസ് ചെക്ക് പോസ്റ്റ് ബെന്നിപ്പൂർ അല്ല സത്യമംഗലം, സോറി സത്യമംഗലം. നമ്മളിത് ഈ ഒരു വഴി, ഇത് കറക്റ്റ് ഫോറസ്റ്റിൻ്റെ അകമാണെന്ന് തോന്നുന്നത്. അതൊരു ഇത് ചിലപ്പോൾ സ്റ്റേറ്റിൻ്റെ ആയിരിക്കും. ഇതെന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. രാവിലെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഈ രാത്രി ആയതുകൊണ്ട് ഇപ്പം എന്തേ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്, കോയമ്പത്തൂർ 113, ഈറോഡ് 105. ഇവിടെ എന്തോ ഒരു ചെറിയ ഫീസ് എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫീസൊന്നുമില്ല കേട്ടോ. പ്രൈവറ്റ് വെഹിക്കിളിലില്ല, പ്രൈവറ്റ് ഇല്ല, ടാക്സിക്ക് മാത്രം എന്തോ ചെറിയൊരു ഇത് മാത്രം ഉണ്ട്. അതെന്നെ സംഭവം അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു റോഡിൽ കൂടെയാണ് ഇനി പോകുന്നത്. ഇപ്പം നമ്മൾ ഒഫീഷ്യലി തമിഴ്നാട് കയറിയിട്ടുണ്ട്. നേരത്തെ കണ്ടത് കർണാടകയുടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് തമിഴ്നാടിൻ്റെയാണ്. നമ്മളിത് ഇങ്ങനെ ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയം എന്ന് പറയുന്നത് 9 മണിയായിട്ടുണ്ട്. നമ്മൾ 10 മണിയാകുമ്പോഴേക്ക് എവിടെയോ ചെല്ലും. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഇനിയും കണ്ടുമുട്ടാം നമുക്ക്. ഇതന്നെ ഓ അതെ ലോറി, പക്ഷേ ജീപ്പ്, അതെന്നെ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്ന നോക്കി അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? അപോളോ വണ്ടിയോ? ഓ സീൻ, അപോളോ വണ്ടി കേട്ടോ. തകർന്നു പോയി ഗയ്സ്. അപ്പം നമുക്കിനിയിപ്പോൾ ഇല്ല, നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഈ ഒരു വഴിയാട്ടോ നമ്മൾ പോകുന്നത്. നിങ്ങളിത് ആ താഴെ കൂടെ ആ ഒരു വെട്ടം പോകുന്നുണ്ടോ, അതിലാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അതങ്ങനെ കിടന്ന് അങ്ങ് പോകുകയാണ്. കിട്ടിയാലും വ്യൂ ആയിരിക്കും കേട്ടോ ഇവിടുന്ന്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പോകാൻ ഇത് നോക്കിയ ഒരു വണ്ടിയൊക്കെ വരുന്നത്. നമുക്കൊരു ദിവസം ഇതിൽ എന്തായാലും രാവിലെ വരണം. ഞാൻ ഈ ഒരു റൂട്ട് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷെ നമുക്ക് ഇതിൽ വരാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഒരു ദിവസം രാവിലെ ബൈക്കും കൊണ്ട് ഇതിൽ വന്നിരിക്കും ഗയ്സ്, ഉറപ്പായിട്ടും വന്നിരിക്കും. കാരണം എൻ്റെ മോനെ അതുപോലെ സീൻ റൂട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ പതുക്കെ ഇനി ഹെയർ പിൻ ബെൻഡ് ഇറങ്ങാം. ഇത് ഹെയർ പിന്നാണ് മൊത്തം, ഇത് ഫസ്റ്റ് ഹെയർ പിൻ ആണ്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അതിലേ അങ്ങനെ അങ്ങ് പോകണം കേട്ടോ. ചുമ്മാ സീൻ. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുന്ന് തെറിക്കാം. ആ ഒരു ഹെയർ പിൻ അല്ല ഇറങ്ങി നല്ലൊരു ലെവൽ റോഡിൽ വന്നിട്ടുണ്ട്. ഇത്രയും നേരം ഫുള്ള് ഹെയർ പിൻ ആയിരുന്നു. ഇപ്പോഴും കാട്ടിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇത് കണ്ടില്ലേ, ഇപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. സമയം എന്ന് പറയുന്നത് 9:30 കഴിഞ്ഞിട്ടുണ്ട്.
ബമ്പാണ് ഗൈസ്. ഓക്കെ ബൈ. അതെ, സത്യമംഗലം ടൈഗർ റിസർവ് കഴിഞ്ഞ കേട്ടോ. ഒരു പുലിനെയൊക്കെ വെച്ചിട്ടുണ്ട്, കടുവേനെ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. കോയമ്പത്തൂർ ആ ഒരു റൂട്ടാണ്. കോയമ്പത്തൂർ വരെ പോകണ്ട നമുക്ക്. നമ്മൾ അതിന് മുമ്പ് നേരെ തിരിഞ്ഞിട്ട് ഡിണ്ടിഗൽ റൂട്ട് കയറും. ഡിണ്ടിഗലിലും കയറണ്ട, ടൗണിൽ പോകേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമ്മൾ തിരിഞ്ഞ് വേറെ റൂട്ട് പോകും. ഇങ്ങനെ തേനി കമ്പം വഴിയാണ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്. ഇവിടെ എന്തോ ചെക്കിങ് ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈവറ്റ് വെഹിക്കിളില്ല, പറയാൻ പറ്റത്തില്ല. എല്ലെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി ഇവിടെ സത്യമംഗലത്ത് ഒന്ന് ചവിട്ടി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത്. ഇവിടെ ഒരു കട കണ്ടു, ജസ്റ്റ് കയറി ദോശയുണ്ടെന്ന് പറഞ്ഞ് ദോശ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് കേട്ടോ. ഇവിടെ കയറി കഴിച്ചിട്ടൊക്കെ വന്നിട്ട് കാണാം. കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:30 ഫോണി എടുത്ത് കാണിക്കാൻ. ആന അതേ നിൽക്കുന്നു. എൻ്റെ വലിയ കോട്ടൺ എത്ര എണ്ണോ നിൽക്കുന്നതെന്ന് പോയിക്ക്. ഇതുണ്ടോ മുന്നോട്ട് എടുക്കണം സീൻ. വിഷയം കേട്ടോ. ആന നിക്കുന്ന നോക്ക് ഗൈസ്. അപ്പൊ നിങ്ങളതെ അവിടെ ആന നിന്നത് കണ്ടു കാണും. എത്ര ആനയാ നിന്നതെന്നറിയാവോ? അയ്യോ. അപ്പൊ നമുക്കിനി പോണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ 360 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക്. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 10:30 ആയിട്ടുണ്ട്. രാവിലെ 5:30 ആകുമ്പോൾ ചെല്ലുമെന്നാണ് മാപ്പി കാണിച്ചേക്കുന്നത്. അയ്യോ, ഞങ്ങൾ പതുക്കെ ഈ ഒരു റോഡിനി ഇപ്പൊ അങ്ങ് പോകണം. എന്നാൽ പതുക്കെ എങ്ങനെ പോവാം. വരുന്ന വഴിക്ക് ആനേനെയും കണ്ടു, സന്തോഷമായി. ആനേനെ കണ്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ആനേനെയും കണ്ടു. ശരിയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഒന്നും കാണത്തില്ലെന്നറിയാം. ഇപ്പോൾ ഒരു മിന്നായം പോലെ എന്തായാലും കണ്ടെങ്കിലേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ നേരെ ഈ ഒരു റൂട്ടിൽ കൂടെ വിട്ടേക്കാം. എന്തായാലും സമയമാവും, രാവിലെ ആവോ വീട്ടിൽ ചെല്ലുമ്പം. ഇത് കണ്ടോ, നമുക്ക് ഇനിയിപ്പം പോകേണ്ടത് 308 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ റോഡിൻ്റെ അടുക്കൂടെ ഈ ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഡിണ്ടിഗൽ 96 കിലോമീറ്റർ. നമ്മളത് ഈ ഒരു റോഡിൽ കൂടെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം എന്ന് പറയുന്നത് 12:30 ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 206 കിലോമീറ്ററും കൂടെ 12:23 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ അടുത്തതെന്ന് പറയുന്നത് ധാരാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് ഇവിടുന്ന് ഏതാണ്ട് 15 കിലോമീറ്ററേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും കിടന്ന് ഉറക്കമാണ്. ഞാൻ മാത്രം പാട്ടൊക്കെ വെച്ച് പഠിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് നോക്കി, ഇപ്പുറം കാണാൻ നല്ല രസമില്ലേ? ലൈറ്റൊക്കെ ഇട്ട്. ഞാൻ രസമെന്ന് നോക്കി, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. ഇവിടെ ഒരു കിട്ടിലെ ഒരു പമ്പൊക്കെ ഉണ്ട്, ലൈറ്റൊക്കെ ഇട്ട്. സ്ട്രീറ്റ് ലൈറ്റ്. വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 200 കിലോമീറ്റർ മേളി സത്യമംഗലത്തു നിന്ന് നമ്മൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് എങ്ങും നിർത്താതെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 100 എത്രയോ കിലോമീറ്ററും കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. അതെ, ഇപ്പം നിർത്തിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിണ്ടിഗലിൻ്റെ കുറേ അപ്പുറത്താണ്. ഇപ്പോൾ ഇവിടെ ഒരു ടോളിൻ്റെ ഇതുണ്ട്. ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ് ആണ്, തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ഇത്രയും ദൂരം ഞാൻ തന്നെയാണ് ഓടിച്ചത്. ഇവിടെ വന്നപ്പോൾ ഇത്രയും ദൂരം കുറച്ച് ചെറുതായിട്ടൊരു ഉറക്കം വരുന്നുണ്ട്. കാരണം രാവിലെ തൊട്ടേ വണ്ടി ഓടിക്കുന്നതാണ്. ഇപ്പം തന്നെ ഏതാണ്ട് 700 കിലോമീറ്റർ മേളി വണ്ടി ഓടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഊട്ടിയിൽ നിന്ന് മൈസൂർ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് 700 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടില്ല, ഒരു 600 ആ ഒരു റേഞ്ച് ഓടിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ക്ഷീണിച്ച് കേട്ടോ. അപ്പം എന്തേ ഇവിടെ വന്നിങ്ങനെ നിർത്തി. സമയമെന്ന് പറയുന്നത് 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നിർത്തിയേക്കുവാണ്. ചെറിയൊരു ഉറക്കക്ഷീണം. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അവരെല്ലാം നല്ല ഉറക്കമാണ്. ആ വണ്ടി ഇതേ ഇവിടെ തൊട്ട് ഞാൻ കയറ്റി ഒതുക്കി ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂറും കൂടെ മതി നമുക്ക് അങ്ങ് ചെല്ലാനായിട്ട്. 100 കിലോമീറ്റർ മേളിൽ 110 കിലോമീറ്റർ കണ്ടും കൂടെ ഉള്ളൂ. അത് ഷടയെന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലും, സീനൊന്നുമില്ല. അപ്പം കുറച്ച് നേരം ഇനിയിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് തെറിക്കാം കേട്ടോ. അപ്പം നമ്മുടെ CJ എണീറ്റിട്ടുണ്ട്. കുറച്ച് CJ ഓടിക്കാമെന്ന് പറഞ്ഞു.
അയ്യോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് താകത്തില്ല. ആകെ താത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരുന്ന 2-3 വണ്ടി, അതായത് KL വണ്ടികൾ മാത്രമേ ലൈറ്റ് താത്തുന്നുള്ളൂ. വേറെ ഒരു ഒറ്റ വണ്ടി ലൈറ്റ് താത്ത. ഞാൻ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാം. എത്ര തവണ മറ്റേ പാസ് അടിച്ച് കാണിച്ച ഇവന്മാരൊന്നും ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ലോറിക്കാർ ഒറ്റ ഒരാൾ വണ്ടിയുടെ ലൈറ്റ് താക്കുന്നില്ല. എൻ്റെ മുന്നേ ഞാൻ ഓർത്ത് ഇവിടെ കണ്ണൊക്കെ അടിച്ചു പോകുന്നു. അമ്മാതിരി സീനായി പോയി കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ ഇവിടുന്ന് ഓട്ട് തെറിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇനി 100 കിലോമീറ്ററേ ഉള്ളൂ. ശരിയെ പറ്റുന്നത്ര ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ബാക്ക് ടു നോർമൽ മാൻ. ലെറ്റ്സ് ഗോ. കാരണം രാവിലെ വിട്ട് കയറിയുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് പതുക്കെ തെറിക്കാം. അതെ, വരുന്ന വഴിക്ക് ഒന്ന് നിർത്തി ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവർ രണ്ടുപേരും ഉറക്കം കേട്ടോ. അപ്പോൾ ഞാനും ശരിയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമയം എന്ന് പറയുന്നത് 4 മണിയായിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഇത്രയും നേരം. 3-4 ഗ്ലാസ് ചായയും കുടിച്ച് ഇവിടെ തന്നെ ഇരുന്ന് കേട്ടോ. ഇനിയിപ്പം പതുക്കെ അങ്ങോട്ട് പോവാം. ഇനി ജസ്റ്റ് കറക്റ്റ് 100 കിലോമീറ്റർ വീട്ടിലേക്ക്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പം നമ്മളിത് തേനി എത്തിയിട്ടുണ്ട്. പതുക്കെയാണ് വന്നത്. സമയം എന്ന് പറയുന്നത് 4:30 ആയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ അങ്ങോട്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നേരെ കമ്പമാണ്. ഇപ്പം ടൗണിലാണുള്ളത്. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഹൈവേയിലേക്ക് കയറാം. നല്ല കിടിലൻ ഹൈവേ കേട്ടോ. ഇനി അങ്ങോട്ട് നേരെ ആ ഒരു ഹൈവേയിലേക്ക് കയറിയിട്ട് നേരെ അങ്ങോട്ട് പോവാം. നിങ്ങൾ പണ്ട് ഞാൻ മധുരയ്ക്ക് പോയൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഹൈവേ ഏതാണെന്ന്. സൂപ്പറാണ് കേട്ടോ. നമ്മൾ RC കൊണ്ട് വന്നത്. നമുക്കിനിയിപ്പോൾ നേരെ ആ ഒരു ഹൈവേയിലേക്ക് കയറിയിട്ട് നേരെ പോവാം. അപ്പം വലിയ ഇതിലൊന്നും അല്ല വരുന്നത്. ജസ്റ്റ് ഒരു 60, 70, 80 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. സമയം എന്ന് പറയുന്നത് 4:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ 6 മണിയാകുമ്പം വീട്ടിൽ ചെല്ലുമെന്നാണ് കാണിക്കുന്നത്. എന്തായാലും പതുക്കെ അങ്ങനെ പോകാട്ടോ. കമ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടാണ് കമ്പം പോകുന്നത്. നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വഴി ഇനി നേരെ വളഞ്ഞത് ഇങ്ങോട്ടാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്നത്. നേരെ ബാക്ക് ടു ഇടുക്കി മാൻ. എൻ്റെ പൊന്നെ, സമയം എന്ന് പറയുന്നത് 5 മണിയായിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് ഇവിടുന്ന് ഏതാണ്ട് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. ഒരു 25 കിലോമീറ്ററേ ഉള്ളൂ വീട് വരെ. അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുന്ന് തെറിക്കാം കേട്ടോ. ഈ ഒരു ലൈൻ, ഈ ലൈറ്റിൻ്റെ ലൈൻ കാണുന്ന ക്യാമറ തുടച്ചിട്ട് അങ്ങോട്ട് സെറ്റാകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കാര്യമാക്കണ്ട. സെറ്റ്. നമുക്കപ്പോൾ പതുക്കെ അങ്ങോട്ട് പോവാം. തിരിച്ചിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ സമയമെന്ന് പറയുന്നത് 6 മണിയായിട്ടുണ്ട്. ഇത് നോക്കി, നല്ല രസമില്ല ഇവിടെ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവരിനിയിപ്പം തിരിച്ചു പോകുവാണ്. ഞങ്ങൾ പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതെ, അപ്പോൾ ഇവരിപ്പോൾ ഇനി നേരെ തിരിച്ചു പോവാണ്. ഓക്കെ, ശരി എന്നാൽ ചെന്നിട്ട് വിളിക്കേ. ഓക്കെ, ബൈ. ശരി, തരാം. ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ അവരെന്തേ പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രാത്രി ആയതുകൊണ്ടാണ് ഒത്തിരി വ്ളോഗ് കാണുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.